ഇന്ന് എയർ ഫ്രയറിൽ നല്ലൊരു അൽഫാം ചിക്കനും അതുപോലെ എഗ്ലെസ് ഗ്രീൻ മയോണൈസും ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയർ ഫ്രയർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. എൻ്റെ കയ്യിലുള്ള എയർ ഫ്രയർ ആണ് ഇത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാത്രങ്ങളാണുള്ളത്. അതിൽ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ബട്ടൺ ഉണ്ട് ഇവിടെ, ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോളുള്ള ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എയർ വരുന്നത് ഹോട്ട് എയർ കുക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ചൂടുള്ള കാറ്റ് വെച്ചിട്ട് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി. അപ്പോൾ ഈ ഇത്രയും ഹോളിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയും എല്ലാ സൈഡിൽ കൂടിയും മുകൾ ഭാഗത്ത് കൂടിയൊക്കെ ഇതിന് ചൂട് വന്നിട്ടാണ് ഈ ഒരു കുക്കാവുന്നത്, ഈ ഒരു നമ്മൾ ഇടുന്ന എന്ത് സാധനവും. അതുകൊണ്ട് തന്നെ ഇതിന് ഓയിൽ വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ ഓയിലില്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ പാത്രം ഈ അടിഭാഗത്തുള്ള ഒരു സംഭവം നീക്കിയെടുക്കാം കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഉരച്ചൊന്നും പറ്റി പിടിച്ചോ ഒന്നും ഹാർഡായ സാധനങ്ങളുകൊണ്ടൊന്നും ഉരച്ച് കളയരുത്. അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതേപോലെ സ്ക്രീൻ തെളിഞ്ഞ് വരും. അപ്പോൾ അതിൽ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ബട്ടണായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാൻ പറ്റുന്നത്, ചിക്കൻ്റെ ഇതുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്, വെജിറ്റബിൾ സോട്ട് ചെയ്യുന്നതുണ്ട്, പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ, ഡീഫ്രോസ്റ്റ് ചെയ്യാൻ, അങ്ങനെ പല ബട്ടണുകളാണുള്ളത്. പിന്നെ ഓരോ കമ്പനി മാറുന്നതനുസരിച്ച് അതിൻ്റെ സെറ്റിങ്സിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അതൊക്കെ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ചൂടും അതുപോലെ തന്നെ ടൈമും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചിക്കൻ ചെയ്യുമ്പോൾ അതായത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചിക്കൻ്റെ ആ ഒരു സമയമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ കുറച്ചൊക്കെ ചെയ്യുമ്പം ഇത്രയും സമയം വെക്കണ്ട. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമയം കുറയ്ക്കാൻ പറ്റും. ചൂട് അത് തന്നെയാണ് കേട്ടോ വേണ്ടത്. ടൈം കുറച്ച് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ചിക്കൻ്റെ വെയിറ്റ് കൂടുതലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ കോഴിയൊക്കെ ചെയ്യല്ലോ, അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈം തന്നെ വെച്ച് കൊടുക്കുക. ഇനി 5 മിനിറ്റോട് വേണമെങ്കിൽ കൂട്ടി വെക്കുകയും ചെയ്യാം. പിന്നെ അവിടെ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ കുക്ക് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിപ്പയിലൂടെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് എടുത്തതാണ്. ഒട്ടും വെള്ളം പാടില്ല ചിക്കനിൽ. പിന്നെ വലിയ പീസുകളിൽ ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വരഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതേ ക്ലീൻ ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ആദ്യം തന്നെ ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരുണ്ടായിരിക്കും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഈ ചിക്കന് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു മാരിനേഷനാണിത്. അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ മാരിനേഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിംഗ് ആണിത്. ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ടെൻഡർ ആവും ചെയ്യും. ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ കഴിക്കാൻ. അതിൻ്റെ അകത്തേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും ചെയ്യും ചിക്കൻ്റെ ഉള്ളിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു മസാല തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ അതേസമയം നമുക്ക് രണ്ടാമത്തെ ഒരു കോട്ടിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ എടുത്തുള്ള ചെറിയൊരു തക്കാളി അതിൻ്റെ പകുതി കഷ്ണം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം അളവ് തന്നെയാണ് സവാള എടുത്തിട്ടുള്ളത്, ചെറുതാണ്, അതിൻ്റെ ഹാഫ് ഭാഗം അതുകൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില, ഇത് മാത്രം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇത്രയും ഭാഗം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കണേ. ഞാനത് അരയ്ക്കാൻ നേരത്താണ് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അത് മറക്കാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മസാല ഇത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതേപോലെ വല്ലാതെ ലൂസ് ആവാതെ തിക്കായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. വെള്ളമൊന്നും ഇല്ലാതെ, നമ്മൾ വെള്ളം കുറേ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ അരിപ്പയിലിട്ടിട്ട് വെള്ളമില്ലാതെ വേണം എടുക്കാൻ. നല്ല തിക്കായിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഒരു തൈരും നമ്മുടെ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്ത് ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ തൈര് ചേർത്തനെ കൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറയും. അതുകൊണ്ട് ആ പാകത്തിന് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്, ഇനി വേറെ അഡീഷണൽ ഇടണ്ട. അപ്പോൾ അതേ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഈ മസാല നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ.
എയർ ഫ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കരുത്. കാരണം നമുക്കിത് കനലിൽ ചുട്ടെടുക്കാൻ പറ്റും. കനലിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാറില്ല, അതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തവയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ സ്റ്റവിൽ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം മസാല ചിക്കനിൽ പാടില്ല. അതുപോലെ തൈരിൻ്റെ അളവ് ഒന്ന് കുറച്ചാലും മതി. അങ്ങനെ ആ ഒരു മസാലയിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പൊതിഞ്ഞ രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കത് ഇനി മൂടി വെച്ചിട്ട് ഒരു 6 മുതൽ 7 മണിക്കൂറോളം വെക്കണം. ഞാനത് ഫ്രിഡ്ജിക്ക് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ ഒരു 8 മണിക്കൂറോളം ആയിട്ടോ ഞാൻ പിന്നെ ഇത് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിക്ക് അത്രയും സമയം കിട്ടുമല്ലോ. അപ്പോൾ അതേ നമ്മുടെ എയർ ഫ്രയർ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ അവിടെ, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം 180-ൽ 20 മിനിറ്റ്സ് സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് നിരത്തി വെക്കാം. ഒന്ന് അടുപ്പിച്ച് വെക്കാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് ഞാനിവിടെ ഓയിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി ഇല്ല എങ്കിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരു ചെറിയ സ്പൂൺ മാത്രം. അപ്പോൾ ഞാൻ ആ ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കാം. ഇതേ സമയം നമുക്കൊരു മയോണൈസ് ഉണ്ടാക്കാം, എഗ്ഗ്ലെസ് ഗ്രീൻ മയോണൈസ്. ഇതിനു വേണ്ടി ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഇതിന് കൂടെ തന്നെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കുഞ്ഞു കഷ്ണമാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. ഇതും കൂടി പോവരുതേ. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് മതി. അപ്പോൾ ഞാൻ ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പഞ്ചസാര 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവട്ടെ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വീണ്ടും നമുക്കൊരു 1/4 കപ്പ് കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു മയോണൈസ് തിക്കാവുന്നത്. അപ്പോൾ ഏത് വെജിറ്റബിൾ ഓയിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ഇളം പച്ച കളറാട്ടോ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. ഇനി ഇതിൽ പുളിയോ ഉപ്പോ അല്ലെങ്കിൽ മധുരമോ കുറച്ച് കുറവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓയിലൊക്കെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതേപോലെ തിക്കാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ഡിപ്പും അതുപോലെ തന്നെ നമ്മുടെ അൽഫാം ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അത് രണ്ടും കൂടെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ടൈം 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വേവിക്കണം തോന്നുകയാണെങ്കിൽ മാത്രം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. പക്ഷേ ഈ ഒരു ചിക്കൻ ഇതിപ്പോൾ അധികം കട്ടിയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയോ അധികം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് 2 സൈഡ് കറക്റ്റായിട്ട് തന്നെയാണ് മൊരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണേ. അപ്പോൾ ഇതിലുള്ള എക്സ്ട്രാ ഓയിലൊക്കെ നമ്മളിത് ആ പാത്രത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മണവും അതേപോലെ ടേസ്റ്റും നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ചിക്കനും കൂടെ ഞാൻ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ കണ്ടില്ല, നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്തിട്ടുള്ള പാത്രമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. അപ്പോൾ നമ്മുടെ മസാല കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇവിടെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, ക്യാരറ്റ്, കുക്കുംബർ നല്ലൊരു കോമ്പിനേഷനാണ്. കൂടെ തന്നെ ഇത് കുബൂസ് അല്ല കേട്ടോ. ഇതൊരു ബ്രെഡിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു ബ്രെഡ് ഓൺ തവ എന്ന് പറയാം. അതൊരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ ഈ ഒരു ഗ്രില്ലായിട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനും ഈ ഒരു ബ്രെഡ് നമുക്ക് കൂടെ തന്നെ കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഈ മയോണൈസും കെച്ചപ്പൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.